ഈ ഒരു പോർഷൻ ഇന്ന് ഞാൻ ഈ കാണിച്ചു തരുന്ന പോലെ ഫസ്റ്റ് ഒന്നും വന്നില്ല. തലച്ചോറ് വളരെ ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും. പലർക്കും ഇതും അറിയത്തില്ല. അറിയാവുന്നമാതിരി ഒരു പൊങ്കാലിടുള്ള ദൈവം. കണ്ണ് നമുക്ക് നല്ല രീതിയിൽ ഇതാ ഇങ്ങനെ അടന്ന് വീഴുന്ന രീതിയിൽ തന്നെ കണ്ണ് മാത്രമായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. മലയാളികൾക്ക് തലക്കറി എങ്ങനെ പ്രോപ്പറായി കഴിക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അതെങ്ങനെ കഴിക്കണമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളൊരു തലക്കറി വാങ്ങിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിൽ മാംസം വരുന്ന പോർഷൻസൊക്കെ നമ്മൾ ഇളക്കി കഴിക്കുകയായിരിക്കും ആദ്യം ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല. ആദ്യം ഈ തലേനെ 2 പാർട്ടായിട്ട് മാറ്റുവാണെങ്കിൽ നമുക്ക് എല്ലാ പോർഷൻസും യഥേഷ്ടം കഴിക്കാൻ സാധിക്കും. അതായത് ഈ ഒരു പോർഷൻ ഇന്ന് ഞാൻ ഈ കാണിച്ചു തരുന്ന പോലെ ഈ ഒരു പോർഷൻ ഇന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഫസ്റ്റ് നമ്മളിങ്ങനെ ഈ തല പോർഷൻ മാത്രമായിട്ട് ഇത് 2 പോർഷനായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം കഴിക്കുവാണെങ്കിൽ നമുക്ക് യഥേഷ്ടം എല്ലാ പാർട്ടിൽ നിന്നും കഴിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ തലേനെ 2 പോർഷനായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതിൽ ഈ ഒരു പാർട്ടിൽ തലയുടെ മുകൾ ഭാഗം, കണ്ണ്, തലച്ചോറ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു പോർഷനും ബാക്കി അതിൻ്റെ താഴത്തെ പല്ലും കാര്യങ്ങളും വരുന്ന ഒരു പാർട്ടായിട്ട് തിരിക്കാൻ പറ്റും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഇതിൻ്റെ ടോപ്പ് സൈഡാണ്. അതായത് അതൊരു നല്ല വൈറ്റ് കളറിലെ മാംസം നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നത്. ഈ തലക്കറിയോടൊപ്പം കഴിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 പാലപ്പമാണ്. എനിക്ക് ഈ തലക്കറി കഴിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള പോർഷൻ തോന്നിയിട്ടുള്ള ഈ ഒരു ഭാഗമാണ്. തലയുടെ മുകൾ ഭാഗത്ത് നല്ല വൈറ്റ് കളറിൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്ന കുറച്ച് പോർഷൻസാണിത്. തലക്കറി കഴിക്കുമ്പോഴത്തേക്ക് വായുടെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ഈ മുള്ള് വരുന്നൊരു പോർഷനാണ്. ആ നെയ്മീനിലാണെങ്കിൽ വളരെ അധികമായിട്ടുണ്ടാകും. അപ്പോൾ ഇത് കഴിക്കുമ്പോഴത്തേക്ക് വായുടെ അകത്ത് ഈ പല്ല് തട്ടുവാണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം തലക്കറി കഴിക്കാൻ. സാധാരണ പലർക്കും ഈ തലക്കറിയൊക്കെ കഴിക്കാനായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കഴിക്കാനായിട്ട് ഒരു നാണക്കേടാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇതൊരു ഭക്ഷണ സാധനമല്ലേ. നാണക്കേടൊന്നും വിചാരിക്കേണ്ട. വളരെ ആസ്വദിച്ച് പല ഭാഗത്തായിട്ട് തലക്കറിയിൽ പല ഭാഗത്തായിട്ട് വളരെ വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള മാംസമാണ് ഉണ്ടാവുക. പലരും ഈ തല പോർഷനിൽ കണ്ണൊക്കെ ചൂടിനെടുത്ത് ആദ്യമേ കഴിക്കുമെങ്കിലും ഇതങ്ങനെയല്ല. അതിനൊരു പ്രോപ്പർ മെത്തേഡുണ്ട്. അതായത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, അതായത് ഇവിടെ ഈ മുൻവശത്തായിട്ട് ഒരു ലോക്ക് പോലൊരു പോർഷൻ ഉണ്ട്. അത് കടിച്ചിളക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ണ് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുവിലായിട്ട് വരുന്ന ആ എല്ല് പീസ് അത് പതിയെ പൊക്കിയും എടുക്കുക. അതിൻ്റെ സൈഡ് പോർഷൻസും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണും മാംസവും ഉൾപ്പെടെ നല്ല രീതിയിൽ ആ കണ്ണിൻ്റെ പൂർണ്ണമായിട്ട്, കണ്ണിൻ്റെ ചൂടിനെടുക്കുന്നതിനേക്കാളും കണ്ണ് പൂർണ്ണമായിട്ട് നമുക്ക് അതിൻ്റെ ഫുൾ പോർഷനായിട്ട് കണ്ണ് പൂർണ്ണമായിട്ട് നമുക്ക് കയ്യിലെടുത്ത് കഴിക്കാൻ സാധിക്കും. കണ്ണുൾപ്പെടുന്ന എല്ലാ പോർഷൻസും അതിൻ്റെ മറ്റ് മാംസം ഉൾപ്പെടെ കണ്ണിൻ്റെ ഉള്ളിലോട്ടുള്ള മറ്റ് മാംസവും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് എടുത്തിട്ട് കഴിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ഫ്രണ്ട് പോർഷൻ മാറുമ്പോഴത്തേക്ക് കണ്ണ് നമുക്ക് നല്ല രീതിയിൽ ഇതാ ഇങ്ങനെ അടന്ന് വീഴുന്ന രീതിയിൽ തന്നെ കണ്ണ് മാത്രമായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മൾ എടുക്കണ്ട, അല്ല എന്നത് ഇളകി വരുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ആ കണ്ണിൻ്റെ പോർഷൻ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ണ് ഈ ഒരു രീതിയിൽ ഇളക്കിയെടുത്താലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. മീനിൻ്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നൊരു പോർഷൻ കുറച്ച് ഈ തലയോടൊപ്പം ഉണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ ഈ മജ്ജ ഉണ്ടാവും. പലരും ഇതേപോലെ കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മജ്ജ ഇളക്കിയിട്ട് ഓരോ പോർഷനായിട്ട് നമ്മൾ ഇളക്കി അതിനുള്ളിൽ മജ്ജ കഴിക്കാനും ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ തല പോർഷനിൽ തലച്ചോറ് എങ്ങനെ എടുക്കുക എന്നാണ് നോക്കുന്നത്. നമുക്കിത് ഈ ഒരു പോർഷനിൽ, ഈ തലച്ചോറ് തുടങ്ങുന്നതിൻ്റെ ഈ ഒരു പോർഷനിൽ ഇത് ഒടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കടിച്ച് തന്നെ ഇത് ഒടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒടിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു മുൻവശം ഒടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ തലച്ചോറ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. അതിൻ്റെ തലച്ചോറ് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമുക്കിനി എടുത്ത് കഴിക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അതിൻ്റെ മുൻഭാഗം നമ്മൾ എടുത്ത് കളയുവാണെങ്കിൽ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ, കടിച്ച് മാറ്റുവാണെങ്കിൽ തലച്ചോറ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒന്നും വന്നില്ല.
ആദ്യം നോക്കിയപ്പോഴത്തേക്ക് തലച്ചോറ് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി പോർഷൻ ഞാൻ കടിച്ചെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു തലച്ചോറ് വളരെ ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും. പലർക്കും ഇതും അറിയത്തില്ല. അറിയാവുന്നമാർ ഒരു പൊങ്കാലിടുള്ള ദൈവം. ഇത്തരത്തിൽ തലച്ചോറ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പോർഷൻ എംപ്റ്റി ആണ്. എല്ലാവരും ഈ വലിയ മാംസമൊക്കെ വരുന്ന പോർഷൻസാണ് കൂടുതൽ കഴിക്കാറ്. എന്നാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ഏരിയയിലും മാംസം ഉണ്ടാവാറുണ്ട്. അത് നമ്മളെടുത്ത് സമയമെടുത്ത് തലക്കറി വളരെ പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ സാധിക്കത്തില്ല. കുറച്ച് സമയമെടുത്ത് സമാധാനത്തിൽ കഴിക്കാൻ സമയം ഉണ്ടെങ്കിൽ മാത്രമേ തലക്കറി കഴിക്കാനായിട്ട് തീരുമാനം എടുക്കാവൂ. തലക്കറിയുടെ തലയുടെ കണ്ണ് ഉൾപ്പെടുന്ന ആ ഒരു ഫസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച ആ പോർഷൻ കഴിച്ചു കഴിഞ്ഞു. ഇനിയാണ് അപ്പം കൂട്ടി കറിയും ബാക്കി പോർഷൻസ് കഴിക്കുക. അതുവരെ ഞാൻ വേറൊന്നും തൊടാറില്ല. തലയുടെ ആ പോർഷൻ മൊത്തത്തിൽ ആദ്യം ഇളക്കി വെച്ച ആ ഒരു പോർഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കറിയും കൂട്ടി വേറെ എന്തെങ്കിലും അപ്പമോ ഇടിയപ്പമോ മറ്റോ എന്തെങ്കിലും ചേർത്ത് കഴിക്കുക. ഈ തലയുടെ ബാക്കി പോർഷനിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള വേറൊരു പോർഷൻ ഉണ്ട്. അത് ഈ സെൻറ്റർ പോർഷനാണ്. കരളിൻ്റെ ഒരു പോർഷനാണ്. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് കരളിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും. എനിക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഭാഗമാണ്. ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാംസമാണ്. അതും പുറം സൈഡ്, അതായത് മീനിൻ്റെ ഈ ഒരു പോർഷൻ, പുറത്തുള്ള കണ്ണിന് പിന്നിലായിട്ട് വരുന്ന ഈ ഒരു പോർഷനൊക്കെ നല്ല മാംസമായിരിക്കും. മീനിൻ്റെ ഒരു സൈഡ് ഭാഗമൊക്കെ ഇത്രയും ഉണ്ട് വലിപ്പം. എന്നെക്കൊണ്ട് മുഴുവൻ കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അപ്പോൾ തോന്നിയില്ല. പക്ഷെ തല എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഞാൻ അധികമായിട്ട് കഴിക്കാറുണ്ട്. പണ്ട് പോലെ അധികമായിട്ട് തല കഴിക്കുന്നതുകൊണ്ട് എനിക്കത് വളരെ ഇഷ്ടമാണ് തല കഴിക്കാൻ. വെള്ള നിറത്തിലുള്ള തന്നെ നല്ല വെളുത്ത മാംസം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അത് നല്ല ടേസ്റ്റിയാണ്. തലയിൽ ഉള്ള വെളുത്ത നിറത്തിലുള്ള ഈ ഒരു മാംസ പോർഷൻ നല്ല ടേസ്റ്റിയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഈ താഴെ ഭാഗം മീനിൻ്റെ ഈ ഒരു പോർഷൻ, അപ്പോൾ ഇതിൻ്റെ ഈ താഴെ ഭാഗത്ത് നല്ല മാംസം ഉണ്ടാകാറുണ്ട്. ഒരെല്ലിനുള്ളിലായിട്ടായിട്ട് നല്ല വെളുത്ത നിറത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംസം നിറഞ്ഞായിരിക്കുക. ഈ ഒരു പോർഷൻ കർവ്ഡായിട്ടുള്ള എല്ലിനുള്ളിലായിരിക്കും മാംസം. അത് ഈ ഒരു രീതിയിൽ ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് വൈറ്റ് കളറിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോർഷൻ കിട്ടും. നമ്മുടെ നെയ്മീൻ തലയുടെ ലാസ്റ്റ് പോർഷനാണ്. താഴെ ഭാഗത്തെ പല്ലുൾപ്പെടെ വരുന്ന ആ ഒരു പോർഷനും അതിനുള്ളിലുള്ള മാംസവും നാവിൻ്റെ കുറച്ച് പോർഷൻസും കാര്യങ്ങളുമായിട്ട്. നമ്മുടെ തലക്കറിയുടെ ലാസ്റ്റ് പോർഷൻ, താഴത്തെ പല്ല് മാത്രമായിട്ടുള്ള പോർഷനാണ്. ഇതും വളരെ ശ്രദ്ധിച്ച് കഴിക്കണം. അതിൻ്റെ പല്ല് വളരെ അപകടം പിടിച്ചതാണ്. നമ്മുടെ തലക്കറിയുടെ ലാസ്റ്റ് പോർഷനാണ്. ലാസ്റ്റ് കഴിച്ച താഴത്തെ പല്ല് വരുന്ന ആ ഒരു പോർഷനാണ്. ഗ്രേവിയിൽ കിടക്കുന്ന ഉള്ളിയും കുടംപുളിയും കറിവേപ്പിലയും തക്കാളിയും അതെല്ലാം നമ്മൾ മാറ്റുവാണ്. അപ്പോൾ നമ്മൾ തലക്കറി കഴിക്കുന്ന വീഡിയോയുടെ തീരുവാണ്. തലക്കറിയും 2 പാലപ്പവും കൂടിയാണ് കഴിച്ചത്. അപ്പോൾ തലക്കറി കഴിച്ചതിൻ്റെ മുള്ള് പോർഷൻസ് കാണിച്ചു തരാം, നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ടാണ് കഴിച്ചതെന്ന്. സാധാരണ എല്ലാവർക്കും തലക്കറി പബ്ലിക്കിന് മുമ്പിൽ കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. കുറച്ച് മാംസം കിട്ടുന്ന പോർഷൻസൊക്കെ ഇളക്കിയെടുത്ത് കഴിച്ചിട്ട് അവർ ബാക്കി പോർഷൻസ് ഉപേക്ഷിച്ച് പോകാറാണ് സാധാരണ ചെയ്യാറ്. എന്നാൽ ഇതുപോലെ സമയമെടുത്ത് ആസ്വദിച്ച് അതിൻ്റെ മുഴുവൻ മാംസവും കഴിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ആ ഒരു ടേസ്റ്റ് നമുക്ക്, തലയുടെ പൂർണ്ണമായ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും.